ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ള ചില പോയിന്റുകളുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത്, എൻ്റെ ജേർണലിസവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് വരെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയോ ഒരു സംഘടനയുടെയോ ആരുടെയും സപ്പോർട്ട് ഞാൻ വാങ്ങിയിട്ടുമില്ല. അവർ ചോദിക്കുമ്പോൾ തന്നെ അത് നോ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ കാരണം, അവരേതെങ്കിലും രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുകയോ സഹായിക്കുകയോ ചെയ്താൽ എൻ്റെ ഫ്രീഡം എന്ന് പറയുന്ന സാധനം കർട്ടയിലേക്ക്. ഇത് എക്സ്പീരിയൻസ് കൊണ്ടുണ്ടായ സംഭവം. ഇത് നേരത്തെ 10-20 വർഷം മുമ്പ് 1-2 ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്ത സത്യം. പിന്നീടാണ് എനിക്കിൻ്റെ റിയാലിറ്റി മനസ്സിലാകുന്നത്. ഇവർ ഈ പ്രോഗ്രാമിനൊക്കെ വിളിക്കുന്നതും അപ്പോൾ അവർക്കൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്, ഒരു ഹിഡൻ അജണ്ടയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഞാൻ ഒരു പരിപാടിക്കും പോയിട്ടില്ല ലൈഫിൽ. പിന്നെ ഒരിക്കലെ ചെങ്ങന്നൂർ ഒരു അമ്പലത്തിലെ ഫംഗ്ഷന് അതുമായി ബന്ധപ്പെട്ട് ജേർണലിസത്തെ പറ്റി പറയാൻ വേണ്ടി മാത്രം ഞാൻ പോയി. പിന്നെ ഞാൻ കൃത്യമായിട്ട് പറയാം, ഞാൻ ഈ ജേർണലിസം ചെയ്യുമ്പോൾ അതുമായിട്ട് എനിക്ക് നാഷണൽ കമ്മിറ്റ്മെൻ്റ് ആണ് കൂടുതൽ. അതുകൊണ്ട് ഇന്ത്യയെ താറടിക്കുന്ന രീതിയിലൊരു സംഭവം, അതായത് മോശമായ പ്രതിവാദി കറപ്ഷൻസൊക്കെ പുറത്തു കൊണ്ടുവരും, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ഞാൻ ചെയ്യത്തില്ല. തെറ്റായ കാര്യങ്ങൾ 2 ദിവസം കഴിഞ്ഞ് മാപ്പ് പറയുക, ക്ഷമ പറയുക. സോ ആ ആക്ടിവിറ്റീസ് ഒന്നും എൻ്റെ ഭാഗത്തുനിന്ന് ലൈഫിലുണ്ടാകത്തില്ല. പിന്നെ ഏതെങ്കിലും സംഘടനയുടെ, അതായത് ഇപ്പം BJPയോ RSSോ കോൺഗ്രസ്സോ സേവാദളോ യൂത്ത് കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ DYFI SFI, ഇവരുടെ ഒരൊറ്റ ഫംഗ്ഷനും ഞാൻ പോകില്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ഒരു ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടും എവിടെയും ഞാൻ പോകില്ല. എൻ്റെ തീരുമാനമാണ്. കാരണം ഇവരുമായിട്ടൊക്കെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മാത്രമേ ഞാൻ കാത്തു സൂക്ഷിക്കുകയുള്ളൂ. അല്ലാതെ ഇവരുടെ കുടുംബങ്ങളുമായിട്ടും ഇവരുമായിട്ടും ഒരു ബന്ധമുണ്ടാക്കിയിട്ട് ആ സ്റ്റേജിൽ കയറി ഏതെങ്കിലും സംഘടനയുമായിട്ട് ചേർന്ന് നിന്ന് ഒന്നും പ്രവർത്തിക്കുവാൻ ഞാൻ ലൈഫിൽ താല്പര്യപ്പെടുന്നുമില്ല. ഇങ്ങനെ താല്പര്യമില്ല. ഇവിടെ പല ആൾക്കാരും ഈ പ്രസംഗി എന്ന് പറയുന്നു, ചില ആൾക്കാർ ഈ ഈരാറ്റുപേട്ട സംഭവമായിട്ട് ബന്ധപ്പെട്ട് BJPയുടെ ഒരു സീനിയർ നേതാവിനെ വിളിച്ച് പറഞ്ഞു, അവർക്ക് ലീഗലി എന്നെ സഹായിക്കാൻ വേണോ, ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. കാരണം എൻ്റെ ഒരു ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിലാണ്. അതേപോലെ ചില ആൾക്കാർ വിളിച്ച് അവിടെ കേസ് എടുക്കുവാണ്, നിങ്ങൾക്ക് ജാമ്യം നിൽക്കാനാണ്. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറയും. കാരണം ഞാനിതൊക്കെ ചെയ്യുമ്പോഴും എനിക്കറിയാം അങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്, അതിനെങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത്. കാരണം നാളെ ഒരു സമയത്ത് ഒരാളും പറയുവാൻ ഇടവരരുത്. അലിഗേഷൻസ് ഉണ്ടാകും, അതായത് ഇവരൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതുണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പോൾ തെഹൽക്ക സമയത്ത് 2000 കാരണം ഇത് BJPക്കെതിരെയായിരുന്നു. അപ്പം അന്ന് കോൺഗ്രസിൻ്റെ പല നേതാക്കളും മനസ്സിലാക്കുക എനിക്ക് പല ഓഫർ തന്നിട്ടുണ്ട്. അന്നാണെങ്കിൽ വലിയ ഞാൻ ഈ പറയുന്ന പോലെ വളരെ കയറി വരുന്ന സമയം ഒന്നൊക്കെ റെഫ്യൂസ് ചെയ്തു. നാരദ ഇഷ്യൂ, ബംഗാൾ ശാരദ, അന്നും വലിയ ആൾക്കാർ വലിയ ഓഫറൊക്കെ ആയിട്ട് പോകുന്നു, അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം. അത് റെഫ്യൂസ് ചെയ്തു. അതായത് ലൈഫിൽ ഇൻ പ്രിൻസിപ്പിളാണ് മുന്നോട്ട് പോകുന്നത്. ചിലപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം എനിക്ക് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട് ലൈഫിൽ. അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അവർ പറയുന്ന രീതിയിലല്ല പോകുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയേണ്ടതുണ്ട്. ഒന്ന്, ഞാൻ എന്തുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന BJPയും നരേന്ദ്രമോദിയും പിന്തുണയ്ക്കുന്നു. പല ആൾക്കാർക്ക് സംശയമുണ്ട്, ഞാൻ BJP സപ്പോർട്ട് ചെയ്യുന്നു. ഉണ്ട്, കാര്യമുണ്ട്. കാരണം ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അവരുടെ പവറും സംഭവങ്ങളൊക്കെ കാണുന്ന ഒരാളാണ്. ഡൽഹി ജേർണലിസം ആണല്ലോ ചെയ്യുന്നത്. അപ്പം മോദി വന്ന ശേഷം
ഇന്ത്യയുടെ ഒരു നാഷണൽ സെക്യൂരിറ്റി ഉണ്ട്. അതായത് ചില സന്ദർഭങ്ങളിൽ UPA ഭരിച്ച സമയത്ത്, നേരത്തെ ഭരിച്ച സമയത്തൊക്കെ എനിക്ക് അപ്രിഹെൻഷൻ ഉണ്ടായിരുന്നു, ഈ കാശ്മീർ ഇന്ത്യയുടെ കൂടെ കാണുമോ. കാണുന്നത് അവിടെ പോയി കാണുമ്പോഴല്ലേ മനസ്സിലാവുന്നത്. അല്ല, നിങ്ങൾ ഇവിടെ നിന്ന് TV കാണുന്ന പോലല്ല, അവിടെ ഗ്രൗണ്ടിൽ പോയി കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് എത്രമാത്രം വിസ്ഫോടകമാണ് ആ സ്റ്റേറ്റ്. കാരണം അവിടെ സെക്യൂരിറ്റി ഫോഴ്സിന് യാതൊരു പവറും ഇല്ലാത്ത രീതിയിലായി. കാരണം വെടിവെക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അവിടെ ടെററിസം അവർ ഭരിക്കുന്ന രീതിയിൽ കൊണ്ടുപോവുക ആ സ്റ്റേറ്റ്. ഇന്ത്യയിൽ മുഴുവനും ഒന്ന് സ്ഫോടനം. ഒരു എന്നെ ഒരു ജേർണലിസ്റ്റ് എന്ന ഇതിനെ കാണാതെ ഒരു സാധാരണക്കാരനായിട്ട് കാണും. ഡൽഹി സിറ്റി താമസിക്കുന്നത്, അവിടെ പോകുന്നത് 5 or 6 ബ്ലാസ്റ്റുകളാണ് കാണുന്നത് ഇത്രയും നാളും ഡൽഹി താമസിച്ചപ്പോൾ. നിങ്ങളതെങ്ങനെ ഫീൽ ചെയ്യും? സാധാരണ പാവം പിടിച്ചവൻ ബോംബ് കൂട്ടി മരിക്കുന്നു, അവനിവിടെ ഇവിടെയില്ല, ഇവനെ അറസ്റ്റ് ചെയ്യുന്ന അതുമില്ല. ആരാണ് എൻ്റെ പുറകിലുള്ള അതിനെപ്പറ്റി അറിയത്തില്ല. കൊനാട്ട് പ്ലേസിൽ വെച്ച്, അതേപോലെ RK പുരം, സരോജിനി നഗർ മാർക്കറ്റിൽ വെച്ച്, ലാജ്പത് നഗറിൽ വെച്ച്, ഇതൊക്കെ കണ്ട ഒരാളാ ഞാൻ. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോയി കണ്ട ഒരാളാ. അതാണ് മോദി വന്ന് മാറ്റിയത്. ഞാൻ പിന്നെ അയാളുടെ കൂടെ നിൽക്കണ്ടായോ? ഈ രാജ്യത്തെ കാശ്മീരിനെ ഇത്രയും പ്രശ്നമാക്കി തീവ്രവാദികൾക്ക് അനുകൂലമായ രീതിയിൽ കോൺഗ്രസും കോൺഗ്രസിന്റെ കൂട്ടുകക്ഷികളും നിന്ന സമയത്ത് അതിനെ മാറ്റിയെടുത്ത് ഇന്ത്യയുടെ കൂടെ ചേർത്തു പൂർണ്ണമായിട്ടും. ഞാൻ പിന്നെ ആരുടെ കൂടെ നിൽക്കണം? ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഞാൻ ആരുടെ കൂടെ നിൽക്കണം? ഇതെല്ലാം ക്രോസ് മോണിറ്റർ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇന്ത്യയുടെ റോഡുകൾ, ഡെവലപ്മെന്റ്, റെയിൽവേ, ഇത് മാറ്റം കൊണ്ടുവന്ന് ഈ പറയുന്ന ഗുജറാത്തി നരേന്ദ്രമോദിയല്ലേ. ഞാൻ പിന്നെ ആരുടെ കൂടെ നിൽക്കണം? 2015 പുള്ളി എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടോ. പക്ഷെ അതല്ല, അത് ഇൻഡിവിജ്വൽ ആ മാറ്റർ. ആ കേസൊക്കെ തള്ളിപ്പോയി. പക്ഷെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നു, ഒരു ഗ്ലോബൽ എക്കണോമിക് സൂപ്പർ പവറായിട്ട് കൊണ്ടുവരുന്നു. ഞാൻ അവരുടെ കൂടെ നിൽക്കൂ. ഞാൻ ഈ കോൺഗ്രസ് പറയുന്ന കള്ളത്തരമൊന്നും ഞാൻ കേൾക്കത്തില്ല. കാരണം ഒരു വർഷങ്ങളായിട്ട് ഈ കപടതയും കള്ളത്തരങ്ങളും ന്യൂനപക്ഷ പ്രീണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സംഭവം. അപ്പം ഇവിടെ നരേന്ദ്രമോദി വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പശുവുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും പ്രശ്നമുണ്ടായിരുന്നു. RSS സംഘപരിവാർ. അന്ന് ഞാൻ ശക്തമായിട്ട് ഗവൺമെന്റിനെതിരെ പ്രതികരിച്ചു. നരേന്ദ്രമോദി ആക്ഷൻ എടുത്തു. ഇത് എത്ര പേർക്കറിയാം? ഈ സംഘപരിവാർ തന്നെ പരിവാർ അവന്മാരെ പിടിച്ച് അകത്തിട്ടു. ശക്തമായ ആക്ഷൻ എടുത്തു. കാരണം ഗ്ലോബലി ഇന്ത്യയുടെ പേര് പന്നലായി. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ടത് എല്ലാവരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അല്ലാതെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അവരെ ഒന്നും മാറ്റി നിർത്താൻ താല്പര്യമൊന്നുമില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. പല ഫ്രിഞ്ച് എലമെന്റ്സ് പലയിടത്തും വർക്ക് ചെയ്യും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിനെ ഒരുമിച്ച് താറടിക്കാനൊന്നും ഞാനില്ല. ഇവിടെ കേരളത്തിലെ ഇന്ത്യയിലെ ക്രൈസ്തവർക്കെതിരെ പലയിടത്തും ഇഷ്യൂ ഉണ്ട്. അത് ഇന്നോ തുടങ്ങിയ ഇഷ്യൂ ഒന്നും അല്ല. അത് ചുമ്മാ കള്ളത്തരം വിളിച്ച് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഈ ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഈ ഒറീസയിലെ എത്ര തെളിവ് ഞാൻ തരാം. ആദ്യം ഒറീസയിലല്ലയോ ആന്റി കൺവേർഷൻ ലോ കൊണ്ടുവന്ന്, അതിനുശേഷം മധ്യപ്രദേശിലല്ലേ കൊണ്ടുവന്ന്. അന്ന് എത്ര പേരെ അറസ്റ്റ് ചെയ്ത്, എത്ര പേരെ പിടിച്ച് അകത്തിട്ടു, എത്ര പേരെ ഞാൻ തെളിവ് തരാം. ഇവിടെ ഈ പറയുന്ന ആൾക്കാർ സോഷ്യൽ ലൈഫിലൊക്കെ, റിലീജിയസ് ലൈഫിലൊക്കെ ഇഷ്യൂ ഉണ്ടാകാറുണ്ട്. അതിന്റെ അർത്ഥം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടായി ചെയ്യുന്നതെന്ന് പറയരുത്. അത് തെറ്റാ. അത് പല ലോക്കൽ ഇഷ്യൂസ് ഉണ്ട് അവിടെ. അതിനെ ഹൈലൈറ്റ് ചെയ്ത് കേരളത്തിൽ ഇങ്ങനെ താറടിക്കുന്നത് തെറ്റാണത്. പിന്നെ RSS ഈ പറഞ്ഞു നടക്കുന്ന ഈ ക്രിസ്ത്യൻ മതപരിവർത്തന പക്ക തെറ്റാണ്. അവന്മാരെ കൊണ്ട് കയ്യാഞ്ഞിന്റെ അല്ലേ അവർ ചെയ്യുന്നേ. അത് റിയാലിറ്റി മനസ്സിലാക്ക്. അപ്പൊ ഞാൻ കാത്തലിക് സഭയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഇന്ത്യയിൽ ചെയ്ത കോൺട്രിബ്യൂഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ BJPക്ക് അങ്ങ് RSSകാർക്ക് സൂചിച്ചിട്ട് പോകില്ല. ഇതിന്റെ പാട് നോക്കി ആദ്യം സത്യം മനസ്സിലാക്കുക. ഒരിക്കലും ഒരു സത്യത്തെ പെയിന്റ് അടിച്ച് വെളുപ്പിക്കാൻ പറ്റത്തൊന്നുമില്ല. കാരണം ഞാൻ ഇന്ത്യ ശരിക്കും
ഈ പറയുന്ന BJP-യേക്കാളും RSS-നേക്കാളിലും ഞാൻ ശരിക്കും ഇന്ത്യ ട്രാവൽ ചെയ്ത ഗ്രാമാന്തരങ്ങളിൽ കൂടെ ആണ് എനിക്ക് ഇന്ത്യ ട്രാവൽ ചെയ്യുന്നതാണ് എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടം. ലോകത്തിൽ അമേരിക്കയിൽ പോകുന്നതിനേക്കാളും UK-ലും ഓസ്ട്രേലിയയിൽ പോകുന്നതിനേക്കാളും എനിക്ക് ഇന്ത്യയാണ് ഏറ്റവും ഇഷ്ടം. ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ പോകുക, അവിടെ ആൾക്കാരെ സുഹൃത്തുക്കളാക്കുക, അവരുടെ വീട്ടിൽ താമസിക്കുക, അവരുടെ ആഹാരം കഴിക്കുക, അവർ പുറത്ത് കട്ടിലൊക്കെ പുറത്തിട്ട് തരും. ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നതിനാണ്. ആണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹത്തായ രാജ്യം എന്ന് പറയുന്നത്. ആ രാജ്യത്തിനകത്ത് ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളുണ്ടല്ലോ, എന്താണ് ക്രൈസ്തവ ഇൻസ്റ്റിറ്റ്യൂഷനും മിഷണറിയും, ഇന്ത്യയിൽ എവിടെയാണ് മാറ്റം ഉണ്ടാക്കിയത്, എവിടെയാണ് എഡ്യൂക്കേഷനിൽ മാറ്റം ഉണ്ടാക്കിയത്, അത് കണ്ണു തുറന്ന് നോക്ക്. വേണ്ടാത്ത തെറ്റായ അപഖ്യാതിയും RSS-ൻ്റെയും സംഘപരിവാറിൻ്റെ ഗൂഢാലോചനയല്ല ഞാൻ പറയുന്നത്. ഇന്ത്യയിൽ മാറ്റം അത് ഈ പറയുന്ന കഴിഞ്ഞ 10 വർഷം കൊണ്ടൊന്നുമല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, നരേന്ദ്രമോദി വന്നിട്ട് 11 വർഷമല്ലേ ആയുള്ളൂ, 3ാമത്തെ ഏറ്റവും കൂടുതൽ മാസ് കൺവേർഷൻ നടന്ന ഈ സമയത്താണെന്ന് പറയും കഴിഞ്ഞ 13-14 വർഷം. മോദി ഗവൺമെൻറ് വന്ന ശേഷം FCRA മുഴുവനും ഉരുവപ്പെട്ടതിലൊരു ഊറ കളഞ്ഞു. പിന്നെ ഇവിടെ നീ പൈഞ്ഞാ വരുന്നേ. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വിദേശ പണം എന്ന് പറയുന്ന പലരും അടിച്ചു മാറ്റുന്ന സംഭവമാണ്. ഗ്രൗണ്ടിൽ ഈ പറയുന്ന ഗോസ്പലാണെങ്കിലും മിഷണറി വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഞാനൊരു കാര്യം നിന്നോട് പറയാം, ഇപ്പോഴാണ് ബേസിക്കലി നമ്മുടെ കയ്യിലൊക്കെ പൈസ വരുന്നത്. എഗ്രീഡ്? അത് വരാൻ തുടങ്ങിയിട്ട് 10-25 വർഷമേ ആയിട്ടുള്ളൂ. ഈ ലിബറലൈസേഷന് ശേഷമാണ്. ഈ തെറ്റായ വ്യാഖ്യാനങ്ങളാണ് ഈ പലരും കൊടുക്കുന്നത്. അപ്പം അതിനു മുമ്പ് ഈ പറയുന്ന കത്തോലിക് സഭയുടെ നൻസ്, കന്യാസ്ത്രീകൾ, അവരുടെ അച്ഛന്മാർ ഈ നോർത്ത് ഇന്ത്യയിലും ഈ റൂറൽ ഇന്ത്യയിലൊക്കെ ജോലി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബേസിക്കലി നിങ്ങൾക്ക് അറിയോ ഇതെങ്ങനെയാണെന്ന്? ഇവിടെ കേരളത്തിൽ ഈ സംഘപരിവാറിൻ്റെ ആൾക്കാർ നിങ്ങളൊരു നേരിട്ട് പോയി കണ്ടിട്ടുണ്ടോ? നീ ഇന്നോട് എത്താൻ പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം രാജസ്ഥാനിൽ ഇപ്പം കോട്ടയുമായി ബന്ധപ്പെട്ട് ചമ്പൽ റിവറുണ്ട്, നിങ്ങൾ കേട്ട് കാണും. അപ്പം അത് മധ്യപ്രദേശ് ഇങ്ങനെ പോകുന്ന ഒരു റിവർ, അതിൻ്റെ സൈഡിൽ കൂടെ മാറിയിട്ടാണ് സബൈ മധേപുര എന്ന് പറയുന്ന നാഷണൽ പാർക്ക്, ടൈഗറൊക്കെ ഉള്ളത്. അപ്പം ഈ ചമ്പൽ റിവർ പോകുന്നതിൻ്റെ സൈഡിൽ കൂടി ഒരു 10-15 കിലോമീറ്റർ റോഡിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തോടുകളും പ്രശ്നമൊക്കെ ഉണ്ട്, ട്രിബ്യൂട്ടറി ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അവിടെ 15 കിലോമീറ്റർ നിങ്ങൾ നോക്കുവാണെങ്കിൽ റോഡിലൊക്കെ മുതലേക്കാണ്. ഞാൻ പറഞ്ഞ പുഴയ്ക്കകത്ത് മുഴുവൻ മുതലയാണ്, ഇങ്ങോട്ട് മാറുമ്പോഴും മുതലേ. ഈ ആൾക്കാർ അവിടെയുള്ള വലിയൊരു ഭാഗം ജനങ്ങൾക്കും അവർക്ക് കയ്യോ കാലോ ഒന്നുമില്ല. കാരണം ഈ മുതല കടിച്ചോട്ട് പോകും. ഇപ്പോഴല്ലേ ഈ കാറ് വരുന്നേ, ആഹാരം നടക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. അല്ലെങ്കിൽ മാക്സിമം കൂടി പോയ സൈക്കിള്, പിന്നീട് അത് ബൈക്കായി. അപ്പം ഈ ഗ്രാമവാസികളുടെ ഇവിടെ ഈ കാറും ബൈക്കും ഒക്കെ അവർ നടക്കും. അപ്പം അവിടെയൊക്കെ ഈ പറയുന്ന ക്രിസ്ത്യൻ, ഈ കാത്തലിക് സഭയിലെ അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്. അതായത് ഈ ഓർഗനൈസറി വന്ന കണക്ക് തെറ്റ. അവർക്ക് കാത്തലിക് സഭയ്ക്ക് ഏകദേശം 16,500 ആശുപത്രികളുണ്ട് ഇന്ത്യ മുഴുവൻ. അതിനകത്ത് 90% റൂറൽ ഏരിയയിലാണ്, ഗ്രാമങ്ങളിലാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഗ്രാമത്തിൽ പോകുന്നതിന് ഇവർ പൈസ കൊടുക്കുന്ന ആശുപത്രിയിൽ? ഇത് മുഴുവനും ഫ്രീയാണ്. അവിടെയൊക്കെ ജോലി ചെയ്യുന്ന കന്യാസ്ത്രീകളും അച്ഛന്മാരും അവിടെയുള്ള ഡോക്ടർ, ഇവർ അധികം പേര് ഡോക്ടേഴ്സ് അച്ഛന്മാരൊക്കെയാണ്, അച്ഛന്മാർ കന്യാസ്ത്രീകളൊക്കെ. ഇവരൊക്കെ ഒരു ദിവസം ഒരു നേരം ആഹാരം കഴിക്കുന്ന നേരത്തെ, ഞാനീ പറഞ്ഞ 20-25 വർഷം മുമ്പ്. ബാക്കി എന്താ കഴിക്കാത്തത്? ബാക്കി അവർ പണമില്ല, മറ്റുള്ള കൂടെ അവർക്ക് ആഹാരം കൊടുക്കണം. അങ്ങനെയൊക്കെ പട്ടിണി കിടന്നാണ് ഇവരൊക്കെ ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറീസ് ആണെങ്കിലും ഇവാഞ്ചലിക് മിഷണറി ആണെങ്കിലും കാത്തലിക് മിനിസ്ട്രി ആണെങ്കിലും ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ ചെന്ന് ചൊറിഞ്ഞ വർത്താൻ ഇവിടെ സോഷ്യൽ മീഡിയ ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ നേരിട്ട് കണ്ട ഒരുത്തിനാ ഞാൻ. കാരണം ഇവരൊക്കെ ഒരിടത്ത് പോകുമ്പോൾ ഒരു റോഡിൽ അവർ ആ സ്ഥലത്ത്, അവരെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരിടത്ത് ചെല്ലുന്നു, അവിടുന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു, അവിടുന്ന് വേറൊരു ജീപ്പ് പോലെയുള്ള ട്രിപ്പ് പോലെ സംഭവം കയറി വേറൊരിടത്ത് പോകുന്നു, അവിടുന്ന് 5-6 കിലോമീറ്റർ നടക്കാൻ വണ്ടിയില്ല. ഇതൊക്കെ ഞാൻ നടന്നു പോയി കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞത് ഈ ഓർഗനൈസറിൻ്റെ അകത്ത് ഇതൊക്കെ പറഞ്ഞ്
ഈ RSSന്റെ സംഘപരിവാറിന്റെ ഗ്രൂപ്പിനകത്ത് ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ കണ്ടുവരുത്തരാ ഞാൻ ഈ കാത്തലിക്സിലെ അച്ഛന്മാരെയും ബിഷപ്പുമാരെയൊക്കെ ശരിക്കും ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട് പല കാര്യങ്ങളിലും. എന്നും പറഞ്ഞത് താറടിച്ച് ആ മിഷനെ മുഴുവനും നശിപ്പിക്കുന്ന രീതി പറയാൻ ഞാൻ സംഭവിക്കില്ല. കാരണം നീയൊക്കെ പറയുന്ന പച്ചക്കള്ളവാ. ഇതിനകത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അച്ഛന്മാർ, പെണ്ണുപിടിയ അച്ഛന്മാർ, കന്യാസ്ത്രീകളിലൊക്കെ പ്രശ്നമുണ്ട്. പക്ഷെ അവരുടെ ഒബ്ജക്റ്റീവ് ഉണ്ട്. ഈ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഓരോന്ന്, കാരണം എഡ്യൂക്കേഷൻ ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും അതിനൊരു പരിഹാരം കാണണം. ഞാൻ അടുത്ത കാര്യം പറയാം. ശിവരാജ് സിംഗ് ചൗഹാൻ മധ്യപ്രദേശിൽ 3 പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്നു. എന്തിനാ അദ്ദേഹം കാത്തലിക് മിനിസ്ട്രിയെയും ക്രിസ്ത്യൻ സഭകളെയും വിളിച്ചിട്ട് എന്തിനാ അയാൾ ലാൻഡ് കൊടുത്തത്? ഈ സംഘപരിവാർ ഈ എഴുതിയതുകൊണ്ട് അറിയും എന്തിനാ കൊടുത്തതെന്ന്. കാരണം ആ ഭാഗങ്ങളിലൊന്നും ഗവൺമെൻറ്റിന് എത്താൻ പറ്റുന്നില്ല ആ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ. അവിടെ സ്കൂൾ തുടങ്ങാനും അവിടെ ആശുപത്രി തുടങ്ങാനും അവിടെ ഇവർക്ക് സ്ഥലം കൊടുക്കുക. നിങ്ങളത് പോയി ചെയ്യുക. ഞാൻ ചലഞ്ച് ചെയ്യാം. എത്രയോ BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ എന്തിനാണ് അവർ ക്രിസ്ത്യൻ മിഷണറീസിനെ, കാത്തലിക് സഭയെ, മറ്റുള്ള ആൾക്കാരെ വിളിച്ചിട്ട് നിങ്ങളിത് ചെയ്യുക, നിങ്ങൾ ഈ സ്ഥലം എടുത്തോ, അവിടെ കൃഷി ചെയ്യുക, എന്നിട്ട് അവർക്ക് ആ കൃഷി എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. എത്രയോ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇന്ത്യയിൽ BJP ഭരിക്കുന്ന രാജസ്ഥാൻ ഞാൻ കാണിച്ചു തരാം. അവർ ചെയ്ത സംഭവം കാണിച്ചു തരാം. ഛത്തീസ്ഗഡ് കാണിച്ചു തരാം. എന്നിട്ട് അങ്ങോട്ട് വിളിച്ചു കൊടുക്കുക. കാരണം ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് ഓരോ ഗ്രൗണ്ട് റിയാലിറ്റി ഉണ്ട്. ആ ഗ്രൗണ്ട് റിയാലിറ്റി ഒന്നും ഇതെല്ലാം സംഭവമാണ്, മതപരിവർത്തനമാണ്. ഇത് നീ പോയി ചെയ്യ, നിങ്ങൾ അവിടെ പോയി ചെയ്യ, പരിവർത്തനം ചെയ്യ. നിങ്ങൾ ഇപ്പോഴും ഇന്ത്യയുടെ പല ഗ്രാമങ്ങളിൽ അകത്തോട്ട് ട്രൈബൽ ഏരിയയിലൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോഴും അവർക്ക് ഈ വലത് കൈ ഏതാ ഇടത് കൈ ഏതാന്ന് അറിയത്തില്ല. ഇത് രണ്ട് ഏതിനൊക്കെ ഉപയോഗിക്കുന്നതെന്ന്. അവിടെ എഡ്യൂക്കേഷൻ കൊടുത്തില്ലെങ്കിൽ അവന് വലത് കൈയും ഇടത് കൈയും. അതിൻ്റെ ആദ്യത്തെ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. അത് ഈ പറയുന്ന സംഘപരിവാറുകാരൻ എത്ര അടുത്ത് പോയി കൊടുത്തിട്ടുണ്ട് ആ എഡ്യൂക്കേഷൻ. അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അറിവ്, ബേസിക് അറിവ്. അതിലൊക്കെ ക്രിസ്ത്യൻ മിഷൻ ഭയങ്കര സക്സസ്സാണ്. അതിൻ്റെ പേരിലാണ് അവർ അക്സെപ്റ്റഡ് ആയിരിക്കുന്നത്, ഇൻക്ലൂഡിങ് BJP ആൾക്കാർ. അതാണ് അവിടുത്തെ സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത്. അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്ത്യ എന്ന് പറഞ്ഞ 140 കോടി ജനത്തിനകത്ത് ഈ പറയുന്നൊരു സംഘപരിവാർ കൊണ്ട് നിങ്ങൾക്ക് എവിടൊക്കെ ചെന്ന് എൻട്രി ചെയ്യാൻ പറ്റും? ഇന്നും ഇന്ത്യയിലെ പല ഭാഗത്തും, ഛത്തീസ്ഗഡ്, പല സ്റ്റേറ്റുകളിലെ പല ഭാഗത്തും സർവേ നടത്തിയിട്ടില്ല. ഞാൻ തലവേറെ അബൂജ്മാട്ട്, ഛത്തീസ്ഗഡ്, അവിടെ സർവേ നടത്തിയിട്ടില്ല. നടത്താതെ പോകാൻ പറ്റത്തില്ല അവിടെ. പക്ഷെ അവിടെ ഈ കാത്തലിക് മിനിസ്ട്രി ഉണ്ട്. സോ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ബേസിക്കലി ഒരു ജേർണലിസ്റ്റിക്കലി അത് റെസ്പോണ്ട് ചെയ്യുന്നത്. കാരണം അബദ്ധവും പൊട്ടത്തരവും ഒക്കെ വിളിച്ചു പറയുക. ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾ അവരെ ഇവർ ചെയ്യുന്നതിനെ നിങ്ങൾക്ക് പറയാം, ക്രിട്ടിസൈസ് ചെയ്യുക. പക്ഷെ ഇത്ര മോശമായ രീതിയിൽ, വളരെ ഇതായ രീതിയിൽ അത് ആർട്ടിക്കിൾ എഴുതുന്നു, അതിനെതിരെ ഗൂഢാലോചന നടത്തുന്നു, അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആരാണെങ്കിലും. കാരണം അവരുടെ കോൺട്രിബ്യൂഷനുണ്ട്, അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇന്നും പട്ടിണിയും പരിവട്ടവും ആയിട്ട് ജീവിക്കുന്ന ഇതിൻ്റെ പേരിൽ ആ ജനങ്ങളെ റീഹാബിലിറ്റേറ്റ്, റിഫോം ചെയ്യാൻ വേണ്ടി വലിയൊരു ഭാഗം മിഷണറിമാർ ഇന്നും പാടുപെടുന്നുണ്ട്. അസുഖങ്ങളും അതും എല്ലാം ഉണ്ടായിട്ട് ഒരു കുടുംബത്തെ പോലും ത്യജിച്ചിട്ടാണ് ഹൈലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ ഞാൻ പറയാം, 100 കണക്കിന് വിഷയങ്ങൾ. കാരണം ഞാൻ അവിടെയൊക്കെ പോയി, അവിടെ ഹോട്ടലിൽ ഒന്നുമില്ല താമസിക്കുക. ഞാൻ അവരുടെ കൂടെ പോയി താമസിക്കും, കാരണം റിപ്പോർട്ടിംഗ് പരിപാടിയായിട്ട് പോകുന്നു. അപ്പം ഞാനിത് കാണുന്നില്ല കണ്ണോട്. എനിവേ ഫർദർ ഇതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷേ മനസ്സിലാക്കുക, ഞാൻ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിൻ്റെ കൂടെ, ആ രാജ്യം മുന്നോട്ട് പോയേ മതിയാകത്തുള്ളൂ. അതിനെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന പല ശക്തികളുമുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെയുള്ള വൈൽഡ് അലിഗേഷൻ വരുമ്പോൾ അതിന് മറുപടി കൊടുക്കുക എന്നുള്ളത് ഒരു
ഈ പ്രൊഫഷനുമായിട്ട് നൽകിയ സംഭവങ്ങളെല്ലാം അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അതെൻ്റെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ ഉറപ്പായിട്ടും അത് ചെയ്തിരിക്കണം. അതെൻ്റെ അജണ്ടയുടെ ഭാഗമാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പൊ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, Google Pay, UPIയുടെ ചില ലിമിറ്റ്, അപ്പൊ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെയുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് എടുത്തിടുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമുള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസ് എടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്? മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പൊ നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിന്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും ഇതിനെ തോലച്ചേറായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അയച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയാം. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി. നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടുകൂടി പ്രതീക്ഷിക്കുന്നു.